ഏറ്റവും സ്നേഹാധരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ സർവ്വമേഖലകളിലും സർവശക്തനും അളവറ്റ ദയാപരനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ കഴിവൻ പരമാവധി ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസൂയത്ത് സ്വന്തത്തോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും അതിൻ്റേതായ ഗൗരവത്തിൽ വസൂയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ജീവിതത്തിൽ ഏത് മനുഷ്യരുടെയും, കല്യാണം കഴിഞ്ഞ ഏതൊരു മനുഷ്യരുടെയും ആഗ്രഹമാണ്, അല്ലാഹുവേ തനിച്ചാക്കല്ലേ എന്നുള്ള ആ ഒരു പ്രാർത്ഥന. അനന്തരാവകാശികളായി മക്കളെ നൽകണേ എന്നുള്ള ഒരു പ്രാർത്ഥന എല്ലാവരുടെയും തേട്ടമാണ്, എല്ലാവരുടെയും ആഗ്രഹമാണ്. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമും അങ്ങനെ ഒരു പ്രാർത്ഥന നടത്തിയിരുന്നതായി വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അംബിയായിലെ 89-ാമത്തെ ആയത്തിൽ നാം ഇപ്രകാരം വായിക്കുകയാണ്: റബ്ബി ലാ തദർനി ഫർദൻ വ അൻത ഖൈറുൽ വാരിസീൻ. അല്ലാഹുവേ, എന്നെ നീ തനിച്ചാക്കരുത്, പിന്തുടർച്ചക്കാരില്ലാതെ എന്നെ നീ ഒറ്റയാക്കല്ല റബ്ബേ എന്ന് മഹാനായ ഒരു പ്രവാചകനാണ് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതായി വിശുദ്ധ ഖുർആനിൽ നമുക്ക് വായിക്കാവുന്നതാണ്. മക്കളെ നൽകുന്നത് അല്ലാഹുവാണ്. ആണുങ്ങളെയും പെണ്ണുങ്ങളെയും എല്ലാവരെയും കൂടിക്കലർത്തിയും ഇതല്ല മക്കളെ കൊടുക്കാതെ തന്നെയും അതെല്ലാം അല്ലാഹുവിൻ്റെ ഒരു ഇടപെടലാണ്. ശാസ്ത്രീയമായ പഠനത്തിൽ പുരുഷബീജത്തിലെ X ക്രോമസോണും സ്ത്രീ അണ്ഡത്തിലെ Y ക്രോമസോണും അത് ഒത്തുചേർന്നാൽ ആണും നേരെ തിരിച്ച് പെണ്ണും എന്നൊക്കെയാണ് ശാസ്ത്രീയ പഠനം. ആത്യന്തികമായി റഹ്മാനായ റബ്ബിൻ്റെ തീരുമാനമാണ്. അല്ലാഹു വിശുദ്ധ ഖുർആനിലെ 42-ാം അധ്യായം സൂറത്ത് ശൂറ അതിലെ 49-50 ആയത്തുകൾ വ്യക്തമായ രീതിയിൽ അല്ലാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ആയത്താണ്. ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ സർവാധിപതി അല്ലാഹുവാണ്. യഖ്ലുഖു മാ യശാഉ വ യഹബു ലിമൻ യശാഉ ഇനാസ വ യഹബു ലിമൻ യശാഉ ദുകൂർ. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൺകുട്ടികളെയും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പെൺകുട്ടികളെയും നൽകുന്നു. ഔ യുസവ്വിജുഹും ദുഖുറാനം വ ഇനാസ വ യജഅലു മൻ യശാഉ അഖീമ. അവൻ ഉദ്ദേശിക്കുന്നവരെ വന്ധ്യയാക്കുകയും ചെയ്യുന്നു. കുട്ടികളൊന്നുമില്ലാതെ അള്ളാഹുവിൻ്റെ ഇടപെടലാണ്, അല്ലാതെ മറ്റൊന്നും അതിൽ ആർക്കും കൈകടത്താനായി സാധ്യമല്ല. ആ മക്കളെ കൺകുളിർമയോടുകൂടി കൊണ്ടുവരിക എന്നുള്ളതും ആ മക്കൾ രണ്ട് ലോകത്ത് നമുക്ക് താങ്ങും തണലുമായി നിൽക്കുക എന്നുള്ളതും ഓരോ വിശ്വാസിയുടെയും ആഗ്രഹമാണ്, പ്രാർത്ഥനയാണ്. വേനലവധികളൊക്കെ കഴിഞ്ഞു. കുട്ടികൾ ആവേശത്തോടെയും ഉത്സാഹത്തോടെയും ഒരാഴ്ച കഴിഞ്ഞാൽ വിദ്യാലയങ്ങളിലേക്ക് പോകുവാൻ തയ്യാറായി നിൽക്കുകയാണ്. രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം യൂണിഫോമൊക്കെ കൃത്യമായി തയ്പ്പിച്ച് സ്കൂൾ ഫീസൊക്കെ അടച്ചുകൊണ്ട് വിദ്യാലയങ്ങളുടെ നിലവാരവും അധ്യാപകരുമായിട്ടുള്ള സമ്പർക്കവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്നിൻ്റെ വേളയിൽ ഓരോ രക്ഷകർത്താക്കളും അറിയേണ്ട, ഓരോ മക്കളും അറിയേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഖുതുബയിൽ കൂടി സൂചിപ്പിക്കുന്നത്. അടിസ്ഥാനപരമായി രക്ഷകർത്താക്കൾക്ക് ഉള്ള ഒരു ബാധ്യത സ്വന്തത്തോടും സ്വന്തം അഹിലുകാരോടും ഇണകളോടും മക്കളോടും നരകത്തിൽ നിന്നും രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഓരോ കുടുംബത്തിൻ്റെയും ബാധ്യത, ഓരോരുത്തരുടെയും ബാധ്യത. സൂറത്തു തഹരീമിലെ 6-ാമത്തെ ആയത്തിൽ റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ. സത്യവിശ്വാസികളെ, നിങ്ങൾ നരകത്തെ തൊട്ട് കാത്തു സൂക്ഷിക്കണം. നിങ്ങളുടെ അഹിലുകാരെയും, എന്ന് വെച്ചാൽ അഹിലുകാരെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തുവാനുള്ള മാർഗം കാണിച്ചു കൊടുക്കേണ്ടത്
മാതാപിതാക്കളുടെ ബാധ്യതയാണ് എന്ന് വിശുദ്ധ ഖുർആൻ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദിബൂഹും വഅല്ലിമൂഹും. മാതാപിതാക്കളാണ് കുട്ടികൾക്ക് മര്യാദ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. മാതാപിതാക്കളാണ് കുട്ടികൾക്ക് ഇൽമ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് പ്രാഥമികമായി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്ന മറ്റൊരു റിപ്പോർട്ട്, യഅമലു ബിത്വാഅത്തില്ലാഹ്, മാതാപിതാക്കളുടെ ബാധ്യത എന്നാണ് ഈ ആയത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും നേരിട്ട് ദീൻ പഠിച്ച ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ വിശദീകരിച്ചതായി ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. യഅമലു ബിത്വാഅത്തില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള അനുസരണമാണ് മാതാപിതാക്കൾ ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മക്കൾക്ക്. വത്തഖൂ മആസിയല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കേണ്ട കാര്യത്തിൽ കൃത്യമായി പാഠം പഠിപ്പിച്ചു കൊടുക്കണം. ധർമ്മമേത് അധർമ്മമേത് എന്ന് പ്രാഥമികമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് രക്ഷകർത്താക്കളുടെ ബാധ്യതയാണ്. വമുറു അഹ്ലീക്കും ബിദ്ദിക്ർ, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് മക്കൾക്ക് കൽപ്പന കൊടുക്കണം. യുൻജീക്കുമുല്ലാഹു മിനന്നാർ, മൗലികമായി നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അഹ്ലുകാരുടെ ബാധ്യതയാണ്, അഥവാ മാതാപിതാക്കളുടെ ബാധ്യതയാണ് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. വിശ്വാസികളെ, നമുക്കുള്ള പാഠം, നമ്മുടെ ജീവിതത്തിൽ കൺകുളിർമയാകേണ്ട, വസന്തമാകേണ്ട നമ്മുടെ മക്കൾ, പറഞ്ഞുവല്ലോ, രണ്ട് ലോകത്തും താങ്ങായി നിൽക്കേണ്ടവരാണ്, രണ്ട് ലോകത്തും താലായി നിൽക്കേണ്ടവരാണ്. അവരുടെ പ്രാർത്ഥനകളാണ് നാം പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ മക്കളോട് പഠിപ്പിക്കേണ്ട ഒന്നാമത്തെ മര്യാദ അള്ളാഹിനെ കുറിച്ചാണ്. സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. മക്കൾക്ക് ഉപദേശം നൽകുന്ന ഒരു അധ്യായം തന്നെ 31-ാം അധ്യായമാണ് സൂറത്തുൽ ലുഖ്മാൻ. അതിലെ 14 മുതലുള്ള ആയത്തുകൾ നമുക്കെല്ലാവർക്കും ഹൃദ്യസ്ഥമാണ്. പൊന്നു മകനോട് ഒരു പിതാവ് നൽകുന്ന ഉപദേശത്തിൻ്റെ മാതൃകാ ആയത്തുകളാണ്, വചനങ്ങളാണ്. റബ്ബിൻ്റെ കഴിവിനെ കുറിച്ച് ആദ്യമായി പഠിപ്പിക്കുന്ന അധ്യായം. ആ റബ്ബിനോടുള്ള നന്ദി പ്രകടനം എങ്ങനെയായിരിക്കണമെന്ന് ആ അധ്യായത്തിൽ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് മകനോട് ആദ്യമായി ഉപദേശിക്കുന്നത് ഷിർക്കിന്റെ ഗൗരവത്തെക്കുറിച്ചാണ്. പിന്നീട് ആ മകനെ ഉപദേശിക്കുന്നത് മാതാവിനോടുള്ള കടമകളെയും കടപ്പാടുകളെയും കുറിച്ചാണ്. പിന്നീട് മകന് ഉപദേശം നൽകുന്നത് റബ്ബിന്റെ AI വൈഭവത്തെക്കുറിച്ചാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ AI വിശദീകരിക്കേണ്ട കാര്യമില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ന്യൂനതമായ ഒരു സാങ്കേതിക വിദ്യ കണ്ടും കേട്ടുമിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി റബ്ബിനെ കുറിച്ചുള്ള AI വൈഭവം എന്താണെന്ന് പഠിക്കണം. അത് മകനോട് ഉപദേശിക്കേണ്ടതാണ്. അവിടങ്ങളിൽ പല രക്ഷകർത്താക്കളും പരാജയപ്പെടുകയാണ്. മക്കളോട് ഉപദേശിച്ചാൽ എന്തെങ്കിലും തിരിച്ചു പറയുമോ എന്നുള്ള വല്ലാത്ത ഭയത്തിലാണ് ഇന്നിൻ്റെ ലോകം. നമ്മുടെ ഒരു തലമുറ കഴിഞ്ഞു പോയിട്ടുണ്ട്. മാതാപിതാക്കളെ ബഹുമാനിച്ചിരുന്ന, മാതാപിതാക്കളുടെ പരിസരത്ത് പോലും വരാൻ ഭയപ്പെട്ടിരുന്ന ഒരു കാലമൊക്കെ കഴിഞ്ഞുപോയി. ഇന്നിൻ്റെ ലോകം പറഞ്ഞറിയിക്കുന്നതിനേക്കാളും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് വിശ്വാസികളെ റബ്ബിനെ കുറിച്ചുള്ള സൃഷ്ടി വൈഭവത്തെക്കുറിച്ചും അവൻ്റെ ഗരിമയെക്കുറിച്ചും അവൻ്റെ ഖുദ്റത്തിനെ കുറിച്ചും പരമാവധി പഠിപ്പിച്ചു കൊടുക്കുക. വിശ്വാസികളെ രക്ഷപ്പെടുമെന്നാണ് വിശുദ്ധ ഖുർആൻ. പൊന്നു മോനെ വിളിച്ചുകൊണ്ട് ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം ഉപദേശിക്കുകയാണ്, ഇന്നഹാ ഇൻ തകും മിത്ഖാല ഹബ്ബത്തുൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർള് യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. അള്ളാഹുവിൻ്റെ കഴിവിനെ കുറിച്ച് ആ മകനോട് പഠിപ്പിച്ചു കൊടുക്കുന്നത്. പൊന്നു മോനെ, ഒരു കടുകുമണി തൂക്കം അത്രയും ചെറിയ ഒരു കാര്യമാണ്. അത് പാറക്കെട്ടിൻ്റെ ഉള്ളിലോ ആകാശഭൂമികളിലോ എവിടെയായിരുന്നാലും എങ്ങനെ നീ ഒളിപ്പിച്ചു വച്ചാലും നോക്കണം. മക്കളോട് ഉപദേശിക്കേണ്ടതാണ്. രഹസ്യ ജീവിതം എന്ന് പറയുന്നത് അത്ര നല്ലതുപോലെയൊന്നുമല്ല ഇന്നിൻ്റെ ലോകത്ത്. വളരെ മോശമാണ്.
അരുതേ എന്ന് പറയുവാനുള്ള ഒരു ആർജവം പോലും നമുക്ക് നഷ്ടപ്പെടുന്ന ഇന്നിൻ്റെ കാലത്ത് പ്രാഥമികമായി മക്കളെ പഠിപ്പിക്കേണ്ടത് റബ്ബിന്റെ വൈഭവത്തെക്കുറിച്ച് പഠിപ്പിക്കണം. ഇൻ തകു മിസ്ഖാല ഹബ്ബത്തും മിൻ ഖർദലിൻ, ഒരു കടുകുമണി തൂക്കം ഉണ്ട് എങ്കിലും അത് പാറക്കെട്ടിനുള്ളിലോ ആകാശഭൂമികളിലോ എവിടെ നീ ഒളിപ്പിച്ചു വച്ചാലും അല്ലാഹ് കൊണ്ടുവരും മോനെ. കാരണം ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, ആ റഹ്മാനായ റബ്ബ് നിഗൂഢജ്ഞാനിയാണ്, സൂക്ഷ്മജ്ഞാനിയാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഈ അടുത്ത സമയത്ത് ഒരു സംഭവം കേട്ടതാണ്. സൗദി അറേബ്യയിലുണ്ട ഒരു വയസ്സായ ഒരു പണ്ഡിതൻ, ഒരു ആലിമാണ് അദ്ദേഹം. 17 മക്കളാണ് അദ്ദേഹത്തിന്. ആ പണ്ഡിതനുമായി അടുപ്പമുള്ള നമ്മുടെ കേരളത്തിലുള്ള ഒരു പണ്ഡിതൻ അദ്ദേഹവുമായി സംസാരിച്ചുവെന്നാണ്. ആ 17 മക്കളും ആലിമാണ്. ജാലിയാത്തിലും മറ്റുമൊക്കെ ഉന്നതമായ ദറജകൾ കൈകാര്യം ചെയ്യുന്ന ഉലമാക്കളാണ് അവർ. അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള പണ്ഡിതൻ ഈ ആലിമിനോട്, സൗദിയിലെ ആ ആലിമിനോട് ചോദിച്ചു, ആ പിതാവിനോട് ചോദിച്ചു, എങ്ങനെ സാധിച്ചു നിങ്ങൾക്ക്? അദ്ദേഹത്തിൻ്റെ മറുപടി ലളിതമാണ് വിശ്വാസികളെ. അദ്ദേഹം പറയുകയാണ്, എന്നെ കൊണ്ട് സാധ്യമായത് ഞാൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അവർക്ക് ബോധം നൽകുന്ന സമയത്ത് അവർ ഉറക്കമെണീക്കുമ്പോഴേക്കും ആദ്യമായി കാണേണ്ട ഒരു സാഹചര്യം ഒരു ആയത്ത് കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഉണരുക. ശയ്യയിൽ നിന്നും അവർ ഉണരുക ഒരു ആയത്ത് കണ്ടുകൊണ്ടാണ്, ഒരു ഹദീസും കണ്ടുകൊണ്ടാണ്. നമുക്ക് ആ ഹദീസും അറിയാം, ആയത്തും അറിയാം. വിശുദ്ധ ഖുർആനിലെ 57-ാം അധ്യായം സൂറത്തുൽ ഹദീദിലെ 4-ാമത്തെ ആയത്താണ്. ആ 17 മക്കളും ശയ്യയിൽ നിന്നും എണീക്കുന്നത് ഈ ആയത്ത് കണ്ടുകൊണ്ടാണ്. ഏതാണ് ആയത്ത്? വഹുവ മഅകും ഐനമാ കുൻതും, എവിടെയായിരുന്നാലും നിങ്ങളോടൊപ്പം അല്ലാഹുണ്ട്. ഈ ആയത്താണ്. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പ്രവർത്തികളെല്ലാം കണ്ടും കേട്ടും കൊണ്ടിരിക്കുകയാണ്, നിങ്ങളെവിടെയായിരുന്നാലും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത് എല്ലാ മക്കളും പ്രഭാതത്തിൻ്റെ പുലരിയിൽ കണ്ടുകൊണ്ടാണ് പ്രാഥമികമായ ആവശ്യങ്ങൾക്ക് പോലും അവരൊക്കെ പോകുന്നത്. റബ്ബിനെ കുറിച്ചുള്ള ആ പഠനമാണ്. മറ്റൊന്ന് സുനന് തുർമുദി ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. 1987-ാം നമ്പർ ഹദീസ്. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചുകൊണ്ട് പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്താണ് പറയുന്നത്? മോനെ, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത്, നീ എവിടെയായിരുന്നാലും അല്ലാഹനെ സൂക്ഷിക്കുക. ഏകാന്തതയിലായിരുന്നാലും അല്ലാത്തപ്പോഴായിരുന്നാലും എവിടെയും നീ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് നിന്റെ പ്രവർത്തനങ്ങൾ, നിന്റെ സംസാരങ്ങൾ, നിന്റെ ഇടപെടലുകൾ, നിന്റെ എല്ലാ ജീവിതത്തിലെ അടയാളപ്പെടുത്തലുകളും റബ്ബ് നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു സൂക്ഷ്മത നിനക്കുണ്ടാകണം അബീദർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് പ്രവാചകൻ അരുളുകയാണ്, സാഹചര്യ സമ്മർദ്ദങ്ങൾക്ക് തിന്മകൾ ചെയ്തു പോകും മനുഷ്യരാണല്ലോ, ആദമിന്റെ മക്കളാണ്, തിന്മകൾ ചെയ്തു പോകും. അങ്ങനെ ചെയ്ത് ഉടനെ തന്നെ നീ ഒരു നന്മ ചെയ്യണം. എങ്കിലോ തംഹുഹ, ആ തിന്മയെ അല്ലാഹു തആല മായ്ച്ചു കളയും. അത് തിന്മ ചെയ്യുവാനുള്ള ഒരു എന്താ പറയുക, ഒരു അംഗീകാരമായിട്ടല്ല ഈ ഹദീസ്. സാന്ദർഭികമായി ചെയ്തു പോകുന്ന ഒരു തിന്മ, അത് തിന്മയാണെന്ന് ബോധ്യപ്പെട്ടാൽ ഉടനെ തന്നെ അതിന് ബദലായിട്ട് നീ ഒരു നന്മ ചെയ്യുക. എങ്കിൽ ആ തിന്മയെ അല്ലാഹു തആല പോക്കിക്കളയും. വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, ജനങ്ങളോട് നല്ല രീതിയിൽ വർത്തിക്കുക. ഈ 2 കാര്യങ്ങളും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ അടയാളമാവുകയാണെങ്കിൽ ഇഹലോകവും പരലോകവും രക്ഷപ്പെട്ടു. വിശ്വാസികളെ, പരമാവധി തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുവാൻ സാധിക്കും. അല്ലാഹ് കൂടെയുണ്ട് എന്നുള്ള ആ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ റമദാനിലുള്ള ആ ഒരു സൂക്ഷ്മത നമുക്കുണ്ടാകും. പരമാവധി നാം കാത്തു സൂക്ഷിക്കുമല്ലോ. പിന്നെ അല്ലാഹുവിന്റെ പ്രവാചകർ പറയുന്നത് മനുഷ്യരോട് നല്ല രീതിയിൽ വർത്തിക്കണമെന്നാണ്. ഇപ്പോഴൊക്കെ നാം എന്താ കാണുന്നത്? വിശ്വാസികളെപ്പോലും മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയകളൊക്കെ നിറഞ്ഞു കിടക്കുകയാണ്. തൗഹീദ് എന്ന് പറയുന്നവർ പോലും, അതാണ് നമുക്ക് സങ്കടം.
അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് എത്തിക്കുവാനും അറിയിക്കുവാനുമുള്ള ഒരു സാമൂഹ്യ മാധ്യമമായി നാം ഈ സോഷ്യൽ മീഡിയകളെ കാണുകയാണ്. പക്ഷേ ശൈത്താന്റെ ഇടപെടലുകൾക്ക് തൗഹീദുള്ളവരെ പോലും മുഖം നോക്കി ചോദിക്കുകയാണ്, നീ മുസ്ലിമാണോ? അവർ വിലയിരുത്തുകയാണ്, നിനക്ക് ഈമാനുണ്ട്. ആരായി പറയുന്നത്? ഒരു കാലഘട്ടത്ത് നമ്മെക്കുറിച്ച് പറഞ്ഞത് ആരായിരുന്നു? വിശദീകരിക്കണ്ടല്ലോ. പക്ഷെ തൗഹീദ് ഉള്ളവർ തന്നെ ചോദിക്കുകയാണ്, നിന്റെ മുഖമെന്താ ഇങ്ങനെ? നീ ഏത് രീതിയിലാ നീ ജീവിക്കുന്നത്? നീ മുശ്രിക്കാണോ? നീ ജൂതനാണോ? തൗഹീദുള്ള ആൾക്കാർ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്, വഖാലിഖിൻ നാസു ബിഖുലുഖിൻ ഹസനിൻ, നല്ല സ്വഭാവത്തോടുകൂടി, നല്ല പെരുമാറ്റത്തോടുകൂടി. പ്രബോധന മേഖലയിലായിരുന്നാലും ഉദഉ സബീല റബ്ബിക ബിൽ ഹിക്മത്തുൽ ഹിക്മ അൽ മൗഇലത്തുൽ ഹസന, തത്വദീക്ഷയോടുകൂടിയും നല്ല വാക്കുകൾ കൊണ്ടും അവരോട് നിങ്ങൾ പെരുമാറുക. ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിയോട് പോലും മഹാനായ മൂസാ നബിക്ക് നൽകിയ നിർദ്ദേശം നമുക്കറിയുമല്ലോ, നീ സൗമ്യമായ വാക്ക് പറയണം. ലഅല്ലഹു യസ്സക്ക, നന്നായേക്കാം അവൻ. ഔ യഖ്ഷ, അല്ലാഹനെ ഭയപ്പെട്ടേക്കാം അവൻ. ഏറ്റവും വലിയ ധിക്കാരിയോട് പോലും നല്ല വർത്തമാനം പറഞ്ഞ പരിശുദ്ധ ഖുർആനിന്റെ അനുയായികളായ നമുക്ക്, ഒരു മുവഹിദിനോട് പോലും നല്ല രീതിയിൽ നല്ല ഒരു വാക്ക് പറയുവാൻ നമ്മെ കൊണ്ട് സാധ്യമാകുന്നില്ല എങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ എവിടൊക്കെയോ ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സാന്ദർഭികമായി പറയുകയാണ്. ആ സഊദിയിലെ ആലിം ആ പണ്ഡിതനോട് പറയുകയാണ്, ഇതിൽ കവിഞ്ഞ് ഞാൻ എൻ്റെ മക്കളോടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞത് വഹവ മഅക്കും അയ്നമാ കുൻതും ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത്, ഒരു ആയത്തും ഒരു ഹദീസുമാണ്. എൻ്റെ മക്കൾ വളർന്നു വലുതായി എൻ്റെ പാത പിൻപറ്റി. ഉന്നതമായ ആലിമുകളാണവർ, ഉലമാക്കളാണവർ. അങ്ങനെ വാർത്തെടുക്കണമെങ്കിൽ വിശ്വാസികളെ ഭൗതികമായിട്ടുള്ള പഠനം വേണ്ട എന്നല്ല ഈ പറയുന്നത്, മൗലികമായിട്ട് മതപരമായിട്ടുള്ള അറിവ് നൽകുക എന്നുള്ളതാണ്. അതാണ് വിശുദ്ധ ഖുർആനിലെ 13-ാം അധ്യായമായ സൂറത്തുർ റഅദിലെ 10-ാമത്തെ ആയത്തിൽ ഇതേ സമാനമായ ആയത്താണ്. സവാഉം മിൻകും മൻ അസറൽ ഖൗൽ, രഹസ്യമായി നിങ്ങൾ സംസാരിച്ചോട്ടെ. വമൻ ജഹറ ബിഹി വഹവ മുസ്തഖഫിൻ ബില്ലൈൽ വസാരിബിൻ ബിന്നഹാർ, രാത്രിയിൽ നിങ്ങൾ ഒളിഞ്ഞിരിക്കുകയോ അല്ലെങ്കിൽ പകലിൽ പുറത്തിറങ്ങുകയോ ചെയ്തോട്ടെ, അല്ലാഹു നിങ്ങളോടൊപ്പമുണ്ട്. അല്ലാഹു നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏതവസ്ഥയിലും. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു കാവ്യശലകം ഇപ്രകാരമാണ്, ഇദാ മാ ഖലൗത ദഹറ യൗമൻ ഫലാ തഖുൽ, ഏകാന്തനായി ഇരിക്കുന്ന സമയത്ത് മനുഷ്യ നീ പറഞ്ഞു പോകരുത് ഞാൻ ഒറ്റയ്ക്കാണ് എന്ന്. ഖലൗതു വലാകിൻ ഖുൽ അലയ്യ റഖീബ്, ഏകാന്തനായിട്ടുള്ള സമയത്ത് പോലും നീ പറയണം, എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഉന്നതനായ റബ്ബ് എന്നോടൊപ്പമുണ്ട്. വലാ തഹ്സബന്നല്ലാഹ യുഗ്ഫിലു മാ മളാ വലാ അന്നമാ യഖഫാ അലൈഹി യഗീബു, കഴിഞ്ഞു പോയതൊക്കെ നീ വിചാരിക്കണ്ട, ആരും നിരീക്ഷിക്കുന്നില്ല എന്ന്. നീ അങ്ങനെ ഒരു വിചാരമാണോ നിനക്ക്? ഇല്ല. ഗോപ്യമായതൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുവൻ നിന്നോടൊപ്പം ഉണ്ട് എന്നുള്ള ആ ഒരു ബോധത്തോടുകൂടി നീ ഏകാന്തനായിരിക്കുമ്പോഴും നിന്റെ വിചാരമുണ്ടാകണം എന്ന് അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പാടുകയാണ്. അതുകൊണ്ടാണ് വിശ്വാസികളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠമെന്താണ്? നമ്മുടെ കൂട്ടുകെട്ടുകൾ. മക്കളോട് പറയുകയാണ്, അടുത്ത ആഴ്ച സ്കൂളുകൾ തുറക്കുകയാണ്. ഭാവി ജീവിതത്തെ നിങ്ങൾ ഭാസുരമാക്കേണ്ടവരാണ്. മാതാപിതാക്കൾക്ക് താങ്ങും തണലുമാകേണ്ടവരാണ് നിങ്ങൾ. നിങ്ങളോട് ഒരു ഖതീബ് എന്നുള്ള നിലയിൽ എനിക്ക് പറയുവാനുള്ളത്, ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു അന്നത്തെ ആൾക്കാരോട്, അന്നത്തെ വിദ്യാർത്ഥികളോട് ഉപദേശിച്ച ഉപദേശമാണ്. ഇദാ കാന ലക സ്വദീഖുൻ യുഈനുക അല ത്വാഅതി ഫശുദ്ദ യദൈക ബിഹി ഫഇന്ന ഇത്തിഖാദ സ്വദീഖി സഅബുൻ വമുഫാറഖതുഹു സഹ്ലുൻ. മക്കളെ, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിനെ അനുസരിക്കുവാൻ സഹായിക്കുന്ന ഒരു കൂട്ടുകാരനെയാണോ നിനക്ക് കിട്ടുന്നത്? അത് വിദ്യാലയങ്ങളിലാകട്ടെ അല്ലാത്ത ഇടങ്ങളിലാകട്ടെ,
ആ കൂട്ടുകാരനെ കൊണ്ട് റബ്ബിനെ അനുസരിക്കുന്ന ഒരു സഹായമാണ് നിനക്കുള്ളത് എങ്കിൽ നീ ആ കൂട്ടുകാരനെ മുറുകെ പിടിക്കുക. അത് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, മക്കളോട് മാത്രമല്ല, ഓരോരുത്തർക്കും നൽകുന്ന ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹിയുടെ ഉപദേശമാണ്. നമ്മുടെ കൂട്ടുകെട്ട് റഹ്മാനായ റബ്ബിനെ അനുസരിക്കുവാൻ സഹായകമാകുന്ന ഒരു ചങ്ങാത്തമാണെങ്കിൽ, ഒരു ചങ്കാണെങ്കിൽ അവരെ നീ മുറുകെ പിടിക്കുക. ഈ കാലഘട്ടത്ത് അങ്ങനെയുള്ള ഒരു കൂട്ടുകെട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഇത് എപ്പോഴായി പറയുന്നത്? 1300 വർഷങ്ങൾക്ക് മുമ്പാണ്. 1300 വർഷങ്ങൾക്ക് മുമ്പ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അള്ളാഹുവിനെ സഹായിക്കുന്ന രീതിയിൽ, റഹ്മാനായ റബ്ബിനെ അനുസരിക്കുന്ന രീതിയിൽ ഇടപെടുവാനായിട്ട് ഒരു കൂട്ടുകാരനെ കിട്ടുക എന്നുള്ളത് വമ്പിച്ച പ്രയാസമുള്ളതാണ്. അത്തരം കൂട്ടുകെട്ടുകളെ ഒഴിവാക്കാൻ ഏവർക്കും എളുപ്പമാണ്. ഇന്ന് വിദ്യാലയങ്ങളിലാകട്ടെ, ക്യാമ്പസുകളിലാകട്ടെ, മറ്റേത് ഇടങ്ങളിലാകട്ടെ, ലിബറൽ ചിന്തകൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഇന്നിന്റെ ലോകത്ത്, പടച്ചവനെ ചോദ്യം ചെയ്യുന്ന ഇന്നിന്റെ ലോകത്ത്, പരലോകമുണ്ടോ എന്നുള്ള ഒരു ചിന്ത കൂടിക്കൂടി വരുന്ന ഇന്നിന്റെ ലോകത്ത് നാം അറിയണം നമ്മുടെ കൂട്ടുകെട്ടുകൾ എങ്ങനെയുള്ളതാണ്. നാളെ പരലോകത്ത് ആ കൂട്ടുകെട്ട് നിമിത്തം കൈകൾ കടിക്കേണ്ട ഒരു ദുരവസ്ഥ നമുക്ക് ഉണ്ടാകരുത് എന്നുള്ള ഒരു ചിന്തയായിരിക്കണം ഓരോ വിദ്യാർത്ഥികൾക്കും, ഓരോ വിശ്വാസികൾക്കും ഉണ്ടാകേണ്ടത്. മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹുവിന്റെ കൽപ്പന, അന്നത്തെ മക്കയിലുണ്ടായിരുന്ന ഖുറൈശികൾ, സമ്പന്നന്മാർ, വലിയ വലിയ ഗോത്രത്തിൽപ്പെട്ടവർ, ഉന്നത കുലജാതിക്കാർ, അവരുമായിട്ട് ഒരു ചങ്ങാത്തം കൂടാമെന്നുള്ള ഒരു മോഹം പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നു. കാരണം അവരോട് പ്രബോധനം ചെയ്തുകൊണ്ട് മതത്തിലേക്ക് വന്നാൽ അതാണല്ലോ ഏറ്റവും വലിയ നന്മ എന്നുള്ള ഉദ്ദേശമായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശക്തമായ താക്കീത് ആ സമയത്ത് റഹ്മാനായ റബ്ബ് ആയത്തിൽ കൂടി കൊടുക്കുകയാണ്. വസ്ബിരി നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശിയ്യി യുരീദൂന വജ്ഹഹു. അല്ലയോ പ്രവാചക, ആരെയാ നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത്? സാമ്പത്തികമായി ഉയർന്നവരിലേക്കാണോ? ഉന്നത കുലജാതിക്കാരോടാണോ? കുടുംബപരമായിട്ട് ഉയർന്നവരിലേക്കാണോ നീ ലക്ഷ്യം വയ്ക്കുന്നത്? വേണ്ട. താങ്കൾ ലക്ഷ്യം വെക്കേണ്ടത്, ചങ്ങാത്തം കൂടേണ്ടത് ആരോടെന്നറിയുമോ? രാവിലെയും വൈകുന്നേരവും റഹ്മാനായ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന മുവഹിദീങ്ങളെ ആയിരിക്കണം നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കേണ്ടതും ചങ്ങാത്തം കൂടേണ്ടതും എന്ന് വിശുദ്ധ ഖുർആൻ. മനസ്സിനെ അടക്കി നിർത്തുക പ്രവാചക. മനസ്സ് പലതിലേക്കും കൊണ്ടുപോകും. മനസ്സ് പലരെയും ചങ്ങാതികളാക്കുവാൻ പ്രേരിപ്പിക്കും. അവിടെയൊക്കെ വസ്ബിരി നഫ്സക്, പ്രവാചക നിന്റെ മനസ്സിനെ ഒന്ന് അടക്കി നിർത്ത്. ആരോട്? മുവഹിദീങ്ങളോട്, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരോട്. അവരായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥ ചങ്ങാതിമാർ, അവരായിരിക്കണം യഥാർത്ഥ ചങ്കുകൾ എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്തായ വിശ്വാസികളെ. എന്നിട്ട് പ്രവാചകരോട് പറയുകയാണ്, വലാ തഅദു ഐനാക അൻഹും തുരീദ് സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. ദുനിയാവിന്റെ അലങ്കാരത്തെ ലക്ഷ്യമാക്കുന്നവരിലേക്ക് പ്രവാചക അങ്ങയുടെ കണ്ണ് പോകരുത്. താങ്കൾ കൂട്ടുകൂടേണ്ടതും താങ്കൾ ലക്ഷ്യം വെക്കേണ്ടതും നിങ്ങളെ കൂടെയുള്ള ഈ പട്ടിണി പാവങ്ങളുണ്ടല്ലോ, ദാരിദ്ര്യം കൊണ്ട് കൈപ്പിനീർ അനുഭവിക്കുന്ന നിങ്ങളുടെ ഈ ആൾക്കാരുണ്ടല്ലോ, അവരിലേക്കാണ് പ്രവാചക താങ്കൾ ലക്ഷ്യം വെക്കേണ്ടതും താങ്കൾ കൂട്ടുകൂടേണ്ടതും എന്ന്. വിശ്വാസികളെ, നമുക്കുള്ള പാഠമാണ്. ഏത് കലാലയങ്ങളിൽ പഠിച്ചാലും, ഏത് ലോകത്ത് ജീവിച്ചാലും നമ്മുടെ ആത്മമിത്രങ്ങൾ എന്ന് പറയുന്നത് മുവഹിദീങ്ങളായിരിക്കണം. മറ്റുള്ളവരോട് കൂട്ട് വേണ്ട എന്നല്ല ഈ പറയുന്നത്. കൂട്ടിൻ്റെയൊക്കെ യഥാർത്ഥമായിട്ടുള്ള വശം തൗഹീദിൽ നിന്നും വ്യതിചലിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്ന ചങ്ങാത്തം നമുക്കുണ്ടാകരുത്. ഇന്നൊക്കെ നമ്മുടെ മക്കൾ വല്ലാത്ത നിരാശയിലാണ്. സ്കൂളിൽ നിന്നും ഏതെങ്കിലും ക്ലാസ്സിൽ പരാജയപ്പെട്ടാൽ, കുറെ A+ നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളെ പോലെ ഞാനും ബഹുമുഖ പ്രതിഭയല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നിരാശരാകുന്ന വല്ലാത്ത ഒരു ലോകത്താണ്. പത്രങ്ങളിലൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്.
ഉമ്മ പറഞ്ഞു മകളോട്, മോളെ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യ്, മൊബൈലിന്റെ സ്വിച്ച് ഓഫ് ചെയ്യെന്ന് പറയുക മാത്രമേ ഉള്ളൂ. റൂമിന്റെ അകത്ത് പോയി വാതിലുകൾ കൊട്ടയടിച്ചു, ഫാനിൽ തൂങ്ങി മരിക്കുന്നത് നാം കണ്ടതാണ് മുസ്ലിം സമുദായത്തിൽ എത്രയോ സംഭവങ്ങൾ. കഴിഞ്ഞ ദിവസം ഇന്നലെ കണിയാപുരത്ത് മംഗലപുരത്ത് നടന്ന ഒരു സംഭവം. മകളെ കെട്ടിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ആ പിതാവ് അല്ലെങ്കിൽ ആ പെണ്ണിന്റെ പിതാവിനെ വീട്ടിൽ കയറി കൊന്നുകളഞ്ഞു. മംഗലപുരത്ത് ഇന്നലെ നടന്ന സംഭവമാണ്. അദ്ദേഹം ഈ ആഴ്ച ഹജ്ജിന് പോകുവാൻ ഭാര്യയോടൊപ്പം ഇരുന്ന ഒരു വാർത്ത നമ്മളൊക്കെ ഇന്നത്തെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും. നിരാശയാണ്. ആ നിരാശയുള്ള വിദ്യാർത്ഥികളെ, മക്കളെ നിങ്ങൾ മനസ്സിലാക്കണം. തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഒരു IPS കാരൻ 10ാം ക്ലാസ്സിൽ 2 പ്രാവശ്യം തോറ്റതിന് ശേഷം അതിജീവിച്ചു അദ്ദേഹത്തിന്റെ പാഠങ്ങളെ. അതൊരു പ്രചോദനമാണ് വിശ്വാസികളെ. നമുക്കുള്ള ഒരു പാഠത്തിൽ പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കുമ്പോഴേക്കും എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിക്കൊണ്ട് പ്രയാസപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് ആരാ നിരാശപ്പെടുക? ദുർമാർഗികളല്ലാതെ അള്ളാഹ് ചോദിക്കുന്ന ആയത്താണ്. അതുകൊണ്ട് നാം നിരാശപ്പെടരുത് വിശ്വാസികളെ. KV റാബിയ അറിയുമല്ലോ മക്കളെ നിങ്ങൾക്ക്. KV റാബിയ ആരായിരുന്നു? ഈ മാസം 5ാം തീയതി മലപ്പുറത്തെ തിരൂരങ്ങാടിയിൽ മരിച്ചുപോയ സഹോദരി KV റാബിയ. അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. 9ാം ക്ലാസ് വരെ നമ്മെപ്പോലെ പിച്ചവച്ചും ഓടിയും നടന്നുമൊക്കെ സ്കൂളിൽ പോയ ആ KV റാബിയ 10ാം ക്ലാസ്സിൽ എത്തിയപ്പോഴേക്കും പോളിയോ ബാധിച്ചുകൊണ്ട് ചലനമറ്റ ശരീരവുമായി അള്ളാഹുവിന്റെ വിധിക്ക് ഉത്തരം നൽകുകയാണ്. ആ KV റാബിയുടെ അവസ്ഥ കണ്ടുകൊണ്ട് അന്ന് ആതുരാലയങ്ങളിലെ ഡോക്ടർമാർ പറഞ്ഞുവത്രേ, 2 വർഷമാണ് KV റാബിയുടെ ആയുസ്. ജീവിച്ചു 4 പതിറ്റാണ്ട്, 40 വർഷങ്ങൾ. ഇപ്പോഴാ മരിച്ചുപോയത് അവരുടെ 60ാമത്തെ വയസ്സിൽ. ആ KV റാബിയ വിദ്യാർത്ഥികളെ നമുക്കൊരു പ്രചോദനമാകണം. പോളിയോ ബാധിച്ചതിന് ശേഷം അർബുദം ബാധിച്ചു, വരിഞ്ഞു മുറുക്കി ശരീരത്തെ. അതിനുശേഷം നട്ടെല്ലിന് ക്ഷതമേറ്റു ഒരു വീഴ്ചയിൽ. അറിവ് കരുത്തായി വീൽചെയറിൽ ഇരുന്നു കൊണ്ട് ലോകത്തെ പഠിപ്പിച്ച ആ KV റാബിയ നമുക്കൊരു മാതൃകയാണ്, ഉത്തേജനമാണ്. കർമ്മത്തെ ധർമ്മമായി 2 കൊല്ലത്തെ ആയുസ് പ്രവചിച്ച ആ KV റാബിയ അള്ളാഹുവിന്റെ ഇതിനോടുകൂടി ജീവിച്ചു പതിറ്റാണ്ടുകളോളം. നീണ്ട 45 വർഷം 58ാമത്തെ വയസ്സിൽ ഈ ലോകത്ത് നിന്നും വിട പറയുമ്പോൾ 45 വർഷമാണ് ഡോക്ടർമാരുടെ വിധിക്കപ്പുറമായി നിന്നുകൊണ്ട് ആ KV റാബിയ ഈ ലോകത്ത് ജീവിച്ച് എത്രയെത്ര അവാർഡുകൾ നേടി. അതുകൊണ്ട് വിശ്വാസികളെ, അറിവല്ല തിരിച്ചറിവാണ് നമുക്ക് ഏറ്റവും പ്രധാനം. മക്കളെ, പ്രതീക്ഷയാണ് നിങ്ങൾ. മാതാപിതാക്കൾക്ക് പ്രതീക്ഷയാണ്. മക്കളെ, നിങ്ങൾ കാരണമായി മാതാപിതാക്കൾ ആരുടെ മുന്നിലും തലകുനിയരുത്. അതുകൊണ്ട് മക്കളെ, നിങ്ങളും ഒരാളുടെ മുന്നിലും തലകുനിയരുത്. ഇസ്സത്തോടുകൂടി ജീവിക്കണം. ഏത് കലാലയങ്ങളിലായിരുന്നാലും ഉന്നത കോളേജുകളിലായിരുന്നാലും ഇസ്ലാം എന്നുള്ള ആ ഇസ്സത്തോടുകൂടി തല ഉയർത്തി ജീവിക്കേണ്ട മുസ്ലിംകളാണ് നമ്മൾ. കൂടെ കൂടേണ്ടവരല്ല, ഷിർക്കിന്റെ കൂടെ കൂടേണ്ടവരല്ല, ഖുറാഫാത്തുകളുടെ കൂടെ കൂടേണ്ടവരല്ല. വ്യതിരിക്തമായി തനിച്ച ഒരു ആദർശത്തിൽ എവിടെയായിരുന്നാലും നമ്മുടെ അസ്തിത്വത്തെ പണയപ്പെടുത്താതെ നെഞ്ചോക്കോടുകൂടി ആർജവത്തോടുകൂടി ജീവിക്കുവാനുള്ള കരുത്തായിരിക്കണം മക്കളെ നിങ്ങൾ നേടിയെടുക്കേണ്ടത്. അതാണ് ഇസ്ലാം നമുക്ക് നൽകുന്ന പാഠം. നൈമിഷിക സമ്മർദ്ദങ്ങൾക്ക് മുമ്പിൽ മാതാപിതാക്കളെ നിങ്ങൾ നിരാശപ്പെടുത്തരുത് വിശ്വാസികളെ. 4 ചുറ്റും കരാള ഹസ്തങ്ങളാണ്, വലിച്ചെടുക്കുകയാണ് മക്കളെ. ലഹരിയുടെയും മറ്റും തോന്നിവാസങ്ങളുടെയും ആൾക്കാർ കവലകളിലെല്ലാം പതിയിരിക്കുകയാണ്, മക്കളെ മാടി വിളിക്കുകയാണ്. അവിടെയാണ് വിശ്വാസികളെ നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന ഒരു പ്രാർത്ഥന. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. പ്രാർത്ഥിക്കുമോ സഹോദരങ്ങളെ? നമ്മുടെ ഇണകൾക്കും മക്കൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ സമയം കിട്ടിയിട്ടുണ്ടോ വിശ്വാസികളെ? നമുക്ക് നമ്മുടെ മക്കൾ റഹ്മാനായ റബ്ബേ നിന്റെ ഓശാരമാണ്,
ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ മക്കളിലും കൺകുളിർമ നൽകുന്നവരാക്കി നീ ഞങ്ങളുടെ മക്കളെയും ഇണകളെയും മാറ്റണമേ എന്നുള്ള പ്രാർത്ഥന വിശ്വാസികളെ നമ്മുടെ അധരങ്ങളിൽ നിന്നും നിർഗളിക്കേണ്ടതാണ്. അതുപോലെ മക്കളെ, നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരമായി നിങ്ങളും മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. അല്ലാഹ്, ചെറുപ്പത്തിൽ അവരെന്നെ പോറ്റി വളർത്തിയതുപോലെ, കാരുണ്യം ചെയ്തതുപോലെ അല്ലാഹുവേ നീ അവർ രണ്ടുപേർക്കും നീ കാരുണ്യം ചെയ്യണമേ എന്ന് നിങ്ങളുടെ പ്രാർത്ഥനകളുണ്ടല്ലോ. റഹ്മാനായ റബ്ബ് തട്ടിക്കളയുകയില്ല. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രങ്ങൾ അയവിറക്കുന്ന ഇന്നിന്റെ കാലത്ത് പൂർണ്ണമായും അനുസരിച്ച മഹാൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ സ്മരണ പുതുക്കുകയാണ് നാം. പൊന്നുമോനെ, അള്ളാന്റെ കൽപ്പനയാണ് നിന്നെ അറക്കണമെന്നുള്ള കൽപ്പന. ഒന്ന് നോക്കൂ വിശ്വാസികളെ, പൂർണ്ണമായും സമർപ്പണം നടത്തുകയാണ് ആ പിതാവിന്റെ മുന്നിൽ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആ മക്കളാകണം. മാതാപിതാക്കൾ തിന്മയിലേക്ക് നയിക്കുകയില്ല, മാതാപിതാക്കൾ അധർമ്മത്തിലേക്ക് കൊണ്ടുപോവുകയില്ല, മാതാപിതാക്കൾ തെറ്റായ ഒരു മാർഗത്തിലേക്കും കൊണ്ടുപോവുകയില്ല. എൻ്റെ മാതാപിതാക്കൾ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും പറയുന്നത് എന്നുള്ള ആ ഒരു ബോധം വിശ്വാസികളെ നമുക്കുണ്ടാകണം, മക്കളെ നമുക്കുണ്ടാകണം. ഇന്നിൻ്റെ മാതാപിതാക്കൾ കരയുന്ന വിലപിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. താലോലിച്ച് കണ്ണിൻ്റെ കൃഷ്ണമണികളെ പോലെ പ്രവാസ ജീവിതത്തിൽ മക്കൾക്ക് വേണ്ടി എല്ലാം സമ്പാദിച്ചത് നൽകിയതിന് ശേഷം 18 വയസ്സാകുമ്പോൾ മാതാപിതാക്കളെയെല്ലാം അവഗണിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ടവന്റെ കൂടെ പോകുന്ന വാർത്തകൾക്ക് പഞ്ഞമില്ലാത്ത ലോകത്ത് വിശ്വാസികളെ ഇത്തഖില്ലാഹ് ഹൈസുമാ കുൻത് എന്നുള്ള പാഠമായിരിക്കണം നമ്മുടെ മക്കൾക്ക് പ്രാഥമികമായിട്ട് നാം നൽകേണ്ടത്. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പാഠമെന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് വിശ്വാസികളെ, നാം പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. 3-4 ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും 4 മാസങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു മാസമായ ദുൽഹജ്ജയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ദുനിയാവിൽ ദിനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠകരമായ 10 പകലുകൾക്കാണ് നാം സാക്ഷ്യം വഹിക്കുവാൻ പോകുന്നത്. അഫ്ളലു അയ്യാമിദ് ദുനിയാ അയ്യാമുൽ ആശർ. ദുൽഹജ്ജയിലെ ആദ്യത്തെ 10 പകലുകൾ മറ്റുള്ള പകലുകളെക്കാളും ഏറ്റവും ശ്രേഷ്ഠകരമാണ്. ആ പകലുകളെ സാക്ഷ്യം വഹിക്കുവാൻ വിശ്വാസികളെ നാം തയ്യാറെടുക്കുക. ഈ ശ്രേഷ്ഠതയെക്കുറിച്ച് പ്രവാചകർ സ്വഹാബികളോട് പറയുമ്പോൾ സ്വഹാബികൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് വലൽ ജിഹാദ്, ജിഹാദിനേക്കാളും ശ്രേഷ്ഠമാണോ റസൂലേ? ഈ ദുൽഹജ്ജയുടെ ആദ്യ 10 ദിവസങ്ങൾ ശ്രേഷ്ഠകരമാണെന്ന് അങ്ങ് പറഞ്ഞുവല്ലോ റസൂലെ, ജിഹാദിനേക്കാളും ശ്രേഷ്ഠമാണോ എന്ന് അള്ളാന്റെ റസൂലിനോട് ചോദിക്കുമ്പോഴേക്കും പറയുകയാണ്, ഖാല വലൽ ജിഹാദ്, അതെ ജിഹാദിനേക്കാളും ശ്രേഷ്ഠമാണ് ഈ ദുൽഹജ്ജയുടെ ആദ്യ 10 ദിവസങ്ങൾ. എന്നിട്ട് പറയുകയാണ്, ഇല്ലാ റജുലുൻ ഖറജ യുഖാത്തിറു ബിനഫ്സിഹി വമാലിഹി ഫലം യർജിഉ ബിശൈഇൻ. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരാൾ സമ്പത്തും ശരീരവുമായി പ്രവേശിക്കുകയാണ്. റബ്ബിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യുവാൻ അദ്ദേഹം തിരിച്ചു വരുന്നില്ല. സമ്പത്തും നഷ്ടപ്പെട്ടു, ശരീരവും നഷ്ടപ്പെട്ടു. അഥവാ ഷഹീദായവരൊഴികെ അല്ലാഹുവിന്റെ പ്രവാചകർ പറയുകയാണ്, ബാക്കി ഏറ്റവും ശ്രേഷ്ഠകരമായത് ഈ 10 ദിവസങ്ങളാണ്. ആ 10 ദിവസങ്ങൾക്ക് നാം സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി പോകുമ്പോൾ വിശ്വാസികളെ, എന്തുകൊണ്ടാണ് ഇത്രയും ശ്രേഷ്ഠകരമാക്കിയത് ഈ ദിവസങ്ങൾ എന്ന് ഇബ്നു ഹജർ അസ്കലാനി റഹ്മഹുല്ലാ പറയുകയാണ്. അടിസ്ഥാന ആരാധനകളെല്ലാം സംഗമിക്കുന്ന ദിവസങ്ങളാണ്, അല്ലെങ്കിൽ മാസമാണ് ദുൽഹിജ്ജ. നോമ്പ് അതിൽ പ്രധാനമാണ്, ഹജ്ജ് പ്രധാനമാണ്, നമസ്കാരമുണ്ട്, സക്കാത്തുണ്ട്, സ്വതഖയുണ്ട്, എല്ലാം ഉണ്ട്. ഈ മാസം ഇബാദത്തുകളെല്ലാം സംഗമിക്കുന്ന ദിവസങ്ങളാണ് ഈ ദുൽഹജ്ജയുടെ ദിവസങ്ങൾ എന്ന് ഇബ്നു ഹജർ അസ്കലാനി റഹ്മഹുല്ലാ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. താബിഈ പണ്ഡിതനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആയാസകരമായ ഇബാദത്തുകൾ ചെയ്തത് ഈ ദുൽഹജ്ജയുടെ ആദ്യ 10 ദിവസങ്ങളിലാണ് എന്ന് പറയുമ്പോഴാണ് വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ ആ ദുൽഹജ്ജ 10 ദിവസങ്ങളോട് നാം കാണിക്കേണ്ട സമീപനം. ഉദ്ഹിയ്യത്ത്
കൊടുത്തവർ ഇവിടെ ഉണ്ടാകാം, വിഹിതം കൊടുത്തവരുണ്ടാകാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കൊടുക്കുന്നവരുണ്ടാകാം. അല്ലാഹുവിന്റെ പ്രവാചകർ പറയുകയാണ്, ഇദാ ദഖലത്തുൽ അശ്റു വഅറാദ അഹദുകും അൻ യുളഹിയ ഫലാ യമസ്സ മിൻ ശഅരിഹി വബശരിഹി ശൈആ. ദുൽഹിജ്ജ ചന്ദ്രനെ കണ്ട അന്നു മുതൽ 10 വരെയും, അഥവാ ഉളഹിയ്യത്ത് അറവ് നടക്കുന്നത് വരെയും നിങ്ങളുടെ ശരീരത്തിലെ മുടിയോ നഖമോ മറ്റൊന്നും എടുക്കുവാൻ പാടില്ല ബോധപൂർവം. അത് ഉളഹിയ്യത്ത് വിഹിതമായി അല്ലെങ്കിൽ ഉളഹിയ്യത്ത് കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന സുന്നത്താണ്. അതെല്ലാം പാലിച്ചുകൊണ്ട് ഈ ദുൽഹിജ്ജയുടെ ആ പവിത്രതയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ അടയാളപ്പെടുത്തണം. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.